Hello everyone, welcome back to my channel. This is Venma. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഗോബി മഞ്ചൂരിയൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ ഫ്രണ്ട്സ് ബാച്ചിലേഴ്സ് കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അവർ ഗൾഫിലാണ്, കുക്കിംഗ് ഒന്നും അറിയില്ല, ഇങ്ങനെ പോയി തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഞങ്ങൾക്കൊക്കെ പറ്റിയ റെസിപ്പി ചെയ്യാവോന്നും, അതുപോലെ തന്നെ ചോദിച്ചായിരുന്നു കോളിഫ്ലവർ കൊണ്ടിട്ടുള്ള റെസിപ്പി കൂടെ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് ഈസി ആണെന്ന് തോന്നുക, അല്ലെങ്കിൽ ടേസ്റ്റി ആണെന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ എങ്ങനെയാണ് ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു കാര്യം കൂടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നെക്സ്റ്റ് 1/2 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഒരു കണക്ക് വെച്ചിട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫൈനലായിട്ട് ഞാൻ ചേർക്കുന്ന സോയാ സോസാണ് കേട്ടോ, സോയാബീൻ്റെ സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർക്കുന്നത് 1 ടീസ്പൂണാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബാറ്റർ റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. കാരണം ലൂസായി പോയാൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ കോളിഫ്ലവർ ഇതിൽ മിക്സായിട്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ കോളിഫ്ലവർ വേറെ, ഈ മിക്സ് ചെയ്ത ബാറ്റർ വേറെ ആയിട്ട് കിടക്കും, രണ്ടും രണ്ടായിട്ട് പോകും. അതുകൊണ്ട് ഇത് നല്ലൊരു അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം. ഒരുപാട് കട്ടി നല്ല ഉദ്ദേശിച്ചത്, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായി പോകരുതെന്നാണ്. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കോളിഫ്ലവർ നല്ലതായിട്ട് വെള്ളം തിളപ്പിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തതാണ്. അങ്ങനെ എടുക്കുമ്പോൾ കുറച്ചൊന്ന് വെന്തും കിട്ടും. പിന്നെ ഇതിൽ എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് മാറി കിട്ടും, നല്ല വൃത്തിയായിട്ട് കിട്ടും. അതിനാണ് ചെയ്തത് കേട്ടോ. ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികം സമയം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഈ ഓയിൽ മുഴുവൻ കുടിക്കും, പെട്ടെന്ന് എണ്ണ കുടിക്കും. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവേ. ആദ്യത്തെ പച്ച ഞാൻ എടുത്തിട്ടുണ്ട്. സോറി, റെക്കോർഡ് ആയില്ലായിരുന്നേ. രണ്ടാമത്തെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക്
കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ സവാളയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട്, തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ക്യാപ്സിക്കം ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാപ്സിക്കം ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്ക് സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് കോൺഫ്ലോർ ഇതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ സോസ് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇട്ടായതുകൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരുവേ, അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കോൺഫ്ലോർ ചേർത്തോണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും, അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ചെറിയ തീയിൽ എപ്പോഴും ഇടണം കേട്ടോ. ഫുൾ ഫ്ലെയിമിലിട്ട് ഇത് പെട്ടെന്ന് കുറുകി അങ്ങ് കട്ടടിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സോസിന്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം സവാളയൊക്കെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ടാറ്റാ. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.